ഹായ് നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വെസ്റ്റേൺ നൊട്ടേഷൻ എപ്രകാരമാണ് നമുക്ക് ഈസിയിൽ പഠിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതുമാത്രമല്ല കർണാട്ടിക് പഠിക്കുന്നവർക്കും ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോകൾ കാണുവാൻ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സീക്രട്ട് ഫൈൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റോബർട്ട്. കർണാട്ടിക് മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. കർണാട്ടിക് മ്യൂസിക്കിലെ സ്വരങ്ങൾ സാധാരണ നമ്മൾ മലയാളത്തിലായിരിക്കും എഴുതുന്നത്. ഇപ്രകാരം എഴുതുന്ന നോട്ടുകൾ ഈ ഭാഷ അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. പക്ഷേ വെസ്റ്റേൺ നൊട്ടേഷൻ യൂണിവേഴ്സൽ ലാംഗ്വേജാണ്. ഇതിൽ രേഖപ്പെടുത്തുന്ന നോട്ടുകൾ നൊട്ടേഷൻ അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് എല്ലാ രാജ്യങ്ങളിലും ഒന്ന് തന്നെയാണ്. അത് ഇപ്രകാരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തോടു കൂടി പഠിക്കാം എന്നതിൻ്റെ തുടക്കമാണ് ഈ വീഡിയോ. തുടർന്നുള്ള വീഡിയോകളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രാധാന്യമായ വെസ്റ്റേൺ മ്യൂസിക്കിലെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ദി സ്റ്റഫ് അല്ലെങ്കിൽ സ്റ്റേവ് എന്നല്ലെന്ത്? പാശ്ചാത്യ സംഗീതം സാധാരണയായി ഒരു സ്റ്റഫിൽ എഴുതുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്ന പിക്ചർ പോലെ. സംഗീതം എഴുതാനുള്ള ഏറ്റവും വ്യാപകമായ മാർഗം ഒരു സ്റ്റഫിലാണ്. ഇപ്രകാരം എഴുതുന്നതിനാണ് സ്റ്റഫ് എന്ന് പറയുന്നത്. നൊട്ടേഷൻ എന്നാലെന്ത്? വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ലിഖിത സംഗീതം സർവ്വവ്യാപിയായതിനാൽ അതിനെ സാധാരണ നൊട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു സ്റ്റഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 5 ലൈൻസും അതിനിടയ്ക്ക് വരുന്ന 4 സ്പേസുകളുമാണ് ഉള്ളത്. അതിനുശേഷം വരുന്ന നോട്ട്സുകളെ ലെജർ ലൈനിലാണ് എഴുതുന്നത്. ലെജർ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ 5 ലൈനുകൾക്ക് ശേഷം മുകളിൽ, അതായത് ഹൈ നോട്ട് വരുമ്പോൾ മുകളിലും ലോ നോട്ട് വരുമ്പോൾ താഴെ വരും. അതാണ് ലെജർ ലൈൻസ് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ക്ലബ് അല്ലെങ്കിൽ ജി ക്ലബ് എന്നാലെന്ത്? ഇവിടെ നമ്മൾ നോക്കുന്ന ഈ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ജി എന്ന ഒരു ഷേപ്പിലാണ് ആ നോട്ട്സ് ഇരിക്കുന്നത്. അവിടെ നോക്കുന്നത് ജിയുടെ ഷേപ്പിന് മുകളിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല സി ഡി ഇ എഫ് ജി ഇതിൽ നോക്കുമ്പോൾ ജി എന്ന് പറയുന്നത് സെക്കൻഡ് ലൈൻ വരുന്ന നോട്ടാണ്. ആ സെക്കൻഡ് ലൈനിൻ്റെ ആ ത്രൂ നമ്മൾ നോക്കുമ്പോൾ ആ ജി എന്ന ഷേപ്പ് വന്നിട്ട് സെക്കൻഡ് ലൈൻ അറൗണ്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ജി ക്ലഫ് അല്ലെങ്കിൽ പറയുന്നത്. ഇത് റൈറ്റ് ഹാൻഡിൽ വായിക്കുന്നതിനാണ്. ബേസ് ക്ലബ് അല്ലെങ്കിൽ എഫ് ക്ലബ് എന്നാൽ എന്തെന്ന് നോക്കാം. എഫ് ക്ലബ് എന്ന് പറയുന്നത് ഒരു എഫിൻ്റെ ഷേപ്പിലാണ് അവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എഫിൻ്റെ ഷേപ്പിലാണ് ആ ക്ലഫ് ഇരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് F3 എന്ന് പറയുന്ന ആ നോട്ട്സ് അത് ഒരു എഫിൻ്റെ ഷേപ്പിൽ വന്നിട്ട് ആ 4ാമത്തെ ലൈനിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ 2 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു എഫിൻ്റെ ഷേപ്പിലാണ്. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ നോട്ട് എഫ് ആണ്. അതുകൊണ്ടാണ് അതിനെ എഫ് ക്ലബ് എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കേണ്ടതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കീബോർഡിൻ്റെ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഇവിടെ 7 ഒക്ടേവ് വേണമുള്ളത്. ഒരു ഒക്ടേവ് എന്ന് പറയുന്നത് C1 മുതൽ തുടങ്ങി C2 വരെ ഇതിനകത്ത് വരുന്ന 12 കീകൾക്കുള്ളിലാണ് ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചെറിയ കീബോർഡ് കാണുമെങ്കിൽ ഇത്ര കീസ് കാണുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഒരു കീബോർഡിൻ്റെ ഡിസ്പ്ലേ സാധാരണ കാണുന്ന ഡിസ്പ്ലേയുടെ സെൻട്രൽ വരുന്ന ഭാഗത്തെയാണ് C4 എന്ന് പറയുന്നത്. C4ൽ നിന്നും തുടങ്ങി മുകളിലോട്ട് വരുന്നതിനെ ട്രിപ്പിൾ ക്ലബ് എന്ന് പറയുന്നു. C4ന് ബാക്കിലോട്ട് വരികയാണെങ്കിൽ അതിനെ ബേസ് ക്ലബ് എന്ന് പറയുന്നു. അത് ലെഫ്റ്റ് ഹാൻഡ് വായിക്കേണ്ടതാണ്. ദി ഗ്രാൻഡ് സ്റ്റഫ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ക്ലബും ബേസ് ക്ലബും കൂടി ഒരുമിച്ച് വായിക്കുന്നതിനാണ് ഗ്രാൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്രാക്കറ്റ് കൊണ്ടാണ് അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഒരു നൊട്ടേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സാധാരണ നമുക്കവിടെ കാണാൻ സാധിക്കുക. കീ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എത്തരത്തിലുള്ള നോട്ട്സിലാണ് അവിടെ വരുന്നത്. വൈറ്റ് കീകളാണോ ബ്ലാക്ക് കീകളാണോ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാഷ് എന്ന് കൊടുത്തിരിക്കുന്നത് 3 ബ്ലാക്ക് കീകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ക്ലബ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ബേസ് ക്ലബ്ബാണോ ട്രിപ്പിൾ ക്ലബ്ബാണോ എന്നത് അറിയാൻ വേണ്ടിയാണ്. ടൈം സിഗ്നേച്ചർ എന്നാണ് അത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവിടെ 4/4 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന 4 വന്നിട്ട് എത്ര ബീറ്റ്സ് ഒരു മെഷറിൽ വരുന്നു എന്നതാണ്. ആ താഴെ കൊടുത്തിരിക്കുന്ന 4 വന്നിട്ട് ഏത് തരത്തിലുള്ള നോട്ടാണ് അവിടെ വരുന്നത്. ഈ നോട്ട്സുകൾ എഴുതുന്നത് ഒന്നുകിൽ സ്പേസിലായിരിക്കും അല്ലെങ്കിൽ ലൈനിലായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സ്പേസ് വരുന്നുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞാൽ 4 സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക്
5 ലൈൻ വരുന്നുണ്ട്. ഇതിനു ശേഷം വരുന്ന ഹൈ നോട്ടുകൾ ലെജർ ലൈനുകളാണ് കുറിക്കുന്നത്. അതായത് അഡീഷണലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെയാണ് കുറിക്കുന്നത്. അത് താഴെയും വരാം. അതായത് ലോ നോട്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ ലെജർ ലൈൻസ് താഴെയും വരും. ബാർ എന്ന് പറയുന്നത് അത് ഒരു മെഷറിനെ കൃത്യമായിട്ട് അളക്കാൻ വേണ്ടിയാണ് ആ ബാർ ലൈൻ കൊടുത്തേക്കുന്നത്. ഡബിൾ ബാർ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേക പോർഷൻ, അതായത് ഒരു സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡബിൾ ബാർ ലൈൻ കൊടുത്തേക്കുന്നത്. എൻഡ് എന്ന് പറയുന്നത് ഡബിൾ ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റിൽ കുറച്ച് ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ മ്യൂസിക്കിൻ്റെ എൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ലൈനും 4 സ്പേസുമാണ് സാധാരണ ഒരു സ്റ്റഫിൽ വരുന്നത്. എപ്രകാരമാണ് നമുക്ക് ഈ നോട്ട്സുകളെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. E, G, B, D, F എന്നതാണ് ഈ ലൈനിൽ വരുന്നത്. അതിനെ മനസ്സിലാക്കാൻ എവരി ഗുഡ് ബോയ് ഡസ് ഫൈൻ എന്നത് നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകാം E, G, B, D, F. ആ സ്പേസിനെ കുറിക്കാൻ വേണ്ടി നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ FACE നമ്മുടെ ഫേസ് നമ്മൾ സാധാരണ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി എവരി ഗുഡ് ബോയ് ഡസ് ഫൈൻ ഇത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല എങ്കിലും ഫേസിനെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗണിലുള്ള നോട്ട്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എഫിന് മുമ്പ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എഫിന് മുമ്പ് ഇ വരും, എഫിന് ശേഷം ജി വരും. ഒരു ഫസ്റ്റ് ലൈൻ ഇ ആയിരിക്കും, സെക്കൻഡ് ലൈൻ ജി ആയിരിക്കും. എ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എക്ക് മുമ്പ് ജിയും എക്ക് ശേഷം ബിയും. അതുപോലെ തന്നെ സി നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ, അതായത് മൂന്നാമത്തെ സ്പേസ് സി എന്നത് മനസ്സിലാക്കിയിരുന്നാൽ നമുക്കറിയാം സിക്ക് മുമ്പ് ബിയും സിക്ക് ശേഷം ഡിയും. ഇപ്രകാരം നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ മനസ്സിലാവും. അത് ട്രിപ്പിൾ ക്ലബിലാണ്. ബേസ് ക്ലബ്ബ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുഡ് ബോയ് ഡസ് ഫൈൻ ആൾവേസ്. അതായത് ട്രിപ്പിൾ ക്ലബിൽ വരുന്ന എവരി എന്ന ആ ലൈൻ നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ സെക്കൻഡ് ലൈൻ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ലൈനായിട്ടാണ് മാറുന്നത്. നോക്കുകയാണെങ്കിൽ അവിടെ എവരി ഗുഡ് ബോയ് ഡസ് ഫൈൻ എന്നതിന് പകരം ആ എവരിയെ നമ്മൾ മാറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഗുഡ് ബോയ് ഡസ് ഫൈൻ. അവസാനം ഒരു എ എന്ന ആൾവേസ് കൂടി അവിടെ ആഡ് ചെയ്യുന്നത്. അതുപോലെ അവിടെ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്ലബ്ബ് നോക്കുകയാണെങ്കിൽ ഫേസ് എന്നതിന് പകരം ആ എഫിനെ നമ്മൾ മാറ്റിയിട്ട് എ മുതൽ തുടങ്ങുകയാണെങ്കിൽ അതിനെ ഓൾ കൗസ് ഈറ്റ് ഗ്രാസ് എന്നത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ ഓൾ കൗസ് ഈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ അത് ഓർമ്മയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എക്ക് മുമ്പ് ജിയും എക്ക് ശേഷം ബിയും. ഇത് ബൈക്കാർട്ടായിട്ട് വെച്ചാൽ മതി. ഇത് വളരെ സിമ്പിളായിരിക്കും. 1-2 പ്രാവശ്യം നമ്മളത് നോക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എപ്രകാരമാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് ഇ, അതിൻ്റെ എൻഡ് ലൈൻ വന്നിട്ട് എഫ്. അതായത് ഇ ഓർമ്മിക്കുക, എഫും ഓർമ്മിക്കുക. അടുത്ത് ബേസ് ക്ലബിൽ വരുമ്പോൾ ഇ എഫ് കഴിഞ്ഞിട്ട് എഫിൻ്റെ അടുത്ത നോട്ട് അതായത് ജി വന്നിട്ട് ബേസ് ക്ലബിൽ ഫസ്റ്റ് വരും, ജി കഴിഞ്ഞിട്ട് എ വന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ലൈൻ വരും. അപ്പോൾ ഇ എഫ് ജി എ ഇത് നമുക്ക് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിൽ പതിഞ്ഞു നിൽക്കും. എന്താണ് മിഡിൽ സി? സാധാരണ നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് മിഡിൽ സി. ഇവിടെ ട്രിപ്പിൾ ക്ലബിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇയിൽ തുടങ്ങി ലാസ്റ്റ് ലൈൻ അവസാനിക്കുന്നത് എഫിലായിരിക്കും. അതുപോലെ ബേസ് ക്ലബിൽ വരുമ്പോൾ ജിയിൽ തുടങ്ങി എയിലായിരിക്കും അവസാനിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇ എന്ന ലൈൻ അതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ അടുത്ത് നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അടുത്ത് വരുന്നത് ലൈൻ. അവിടെ നമുക്ക് സി എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നു ഒരു ലെജർ ലൈനാണ് വന്നിരിക്കുന്നത്. ബേസ് ക്ലബിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എയിലാണ് ആ ലൈൻ അവസാനിക്കുന്നത്. അടുത്ത് വരുന്നത് സ്പേസ്. അപ്പോൾ ബിക്ക് ശേഷം അടുത്ത് വരുന്നത് ലെജർ ലൈൻ, അതായത് സിയിലാണ് ആ ലെജർ ലൈൻ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന സി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് മിഡിൽ സി ഉണ്ടാകുന്നത്. മുകളിൽ വിവരിച്ച പ്രകാരം എപ്രകാരമാണ് ഒരു നോട്ട്സ് നമുക്ക് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ് വിവരിച്ചത്. ഇവിടെ ആ നോട്ട്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. സാധാരണ അമേരിക്കൻ നെയിമിലും ബ്രിട്ടീഷ് നെയിമിലുമാണ് സാധാരണ അറിയപ്പെടുന്നത്. 2 രീതിയിലും ആണെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹോൾ നോട്ട് അതിനെ ബ്രിട്ടീഷ് നെയിമിൽ തന്നെ സെമി ബ്രേവ് എന്നാണ് പറയുന്നത്. ഹോൾ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. എന്താണ് 1? ഹോൾ എന്ന് പറയുന്നത് മൊത്തം ഒരു സർക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു ഹോൾ എന്ന് പറയുന്നു. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/4 വെച്ച് അങ്ങനെ നമുക്ക് 4 ക്വാർട്ടർ നോട്ട് കിട്ടുന്നു. ഒരു ക്വാർട്ടർ നോട്ട് എന്ന് പറയുന്നത് ഒരു ബീറ്റ് എന്നാണ്. ഒരു ബീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇത് ചെയ്യുന്നതിനാണ് ഒരു ബീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോൾ നോട്ടിൽ എത്ര ബീറ്റ്സ് ഉണ്ടാവും? 4 ബീറ്റ്സ് ഉണ്ടാവും. ഇവിടെ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും.
റെസ്റ്റ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 4 ബീറ്റ് കൗണ്ട് ചെയ്യണം, പക്ഷേ സൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ഹോൾ നോട്ട്സ് വരുമ്പോൾ 4 ബീറ്റിന് ഓരോ ബീറ്റിനും ഓരോ സൗണ്ട് എന്ത് ചെയ്യണം, വരണം. എപ്രകാരമാണ് ആ ഹോൾ നോട്ടിൻ്റെയും ആ റെസ്റ്റിൻ്റെയും സൗണ്ട് വരുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാഫ് നോട്ട് അല്ലെങ്കിൽ മിനിമം, അതിൻ്റെ വാല്യൂ വന്നിട്ട് 1/2. അതെന്താണ് 1/2 എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ഹോൾ പാർട്ടിൽ 2 ക്വാർട്ടർ ചേരുമ്പോഴാണ് നമുക്ക് 1/2 കിട്ടുന്നത്. ഒരു ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1 ബീറ്റ്, അങ്ങനെ 2 ക്വാർട്ടർ ചേരുമ്പോൾ നമുക്ക് 2 ബീറ്റ് കിട്ടുന്നുണ്ട്. അവിടെ അതിൻ്റെ കൂടെ ആ 2 റെസ്റ്റ് വരുന്നത്. ഹാഫ് നോട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, ഒരു ഓപ്പൺ സർക്കിളിൽ ഒരു സ്റ്റെം വരച്ചിട്ടുണ്ടാവും. അങ്ങനെ വരയ്ക്കുന്നതിനാണ് നമുക്ക് ഹാഫ് നോട്ട് എന്ന് പറയുന്നത്. അതവിടെ റൈറ്റ് സൈഡിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രകാരമാണ് ഹാഫ് നോട്ടിൻ്റെ 2 ബീറ്റ് വരുന്നതും ഹാഫ് നോട്ടിൻ്റെ റെസ്റ്റ് വരുന്നതും ഇവിടെ നമുക്ക് നോക്കാം. ക്വാർട്ടർ നോട്ട് അല്ലെങ്കിൽ ക്രോച്ചറ്റ്, അതായത് 1/4 എന്ന് പറയുന്നത് 4ൽ 1 ഭാഗമാണ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 4ൽ 1 ഭാഗം എന്ന് പറയുന്നത് 1 ബീറ്റാണ്. ഒരു ക്വാർട്ടർ നോട്ടിൻ്റെ ബീറ്റ് വന്നിട്ട് 1 ബീറ്റാണ്, റെസ്റ്റ് വന്നിട്ട് 1. അത് ഇപ്രകാരമാണ് ക്വാർട്ടർ നോട്ട് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഒരു സ്റ്റെം വരയ്ക്കുന്നതിനാണ് നമ്മൾ ക്വാർട്ടർ നോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ശബ്ദം എപ്രകാരമാണെന്ന് നോക്കാം. ക്വാർട്ടർ നോട്ടിൻ്റെയും വാല്യൂവും ക്വാർട്ടർ റെസ്റ്റിൻ്റെയും കൂടി ചേർന്ന്. എയ്ത്ത് നോട്ട് അല്ലെങ്കിൽ കോവർ നോട്ട്, അത് എപ്രകാരമാണ് നോട്ട് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഒരു ക്ലോസ്ഡ് സർക്കിൾ ഒരു സ്റ്റെം വരച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലാഗ് പോലെ വരച്ചിട്ടുണ്ടാവും. എന്താണ് 1/8 എന്ന് പറയുന്നത്? ഒരു സർക്കിളിനെ 8ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന ഒരു ഭാഗത്തെയാണ് 8th നോട്ട് എന്ന് പറയുന്നത്. ഒരു 8th നോട്ട് ഈസ് ഈക്വൽ ടു ഹാഫ് ബീറ്റ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ നോട്ട്. ക്വാർട്ടർ നോട്ടിൻ്റെ പകുതി. അതായത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ നോട്ടിനാണ് പറയുന്നത്. ഇവിടെ ആ ഒരു ബീറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1/8 വെച്ച് 2 പോർഷൻ കിട്ടുന്നത്. ഒരു ബീറ്റ് എന്ന് പറയുന്നത് 2 8th നോട്ട് ചേരുമ്പോഴാണ് നമുക്ക് ഒരു ബീറ്റ് കിട്ടുന്നത്. ഇവിടെ ബീംഡ് നോട്ട് എന്ന് പറയുന്നത് 8th നോട്ട് സെപ്പറേറ്റ് എഴുതുന്നതിന് പകരം 2 കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് എഴുതുന്നതിനാണ് ബീംഡ് നോട്ട് എന്ന് പറയുന്നത്. ഇപ്രകാരമാണ് അതിനെ കൗണ്ട് ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ ഒരു ക്വാർട്ടർ നോട്ട് കൗണ്ട് ചെയ്യുന്നത് 1 എന്ന് കൗണ്ട് ചെയ്യും. പക്ഷേ ഇവിടെ 8th നോട്ടിന് കൗണ്ട് ചെയ്യുമ്പോൾ 1/8 എന്ന് കൗണ്ട് ചെയ്യണം. അതിൻ്റെ സൗണ്ട് ഇപ്രകാരമാണ്. താഴെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സിക്സ്റ്റീൻത് നോട്ട് അല്ലെങ്കിൽ സെമി കോവർ നോട്ട് എന്ന് പറയുന്നത്, ഒരു സർക്കിളിനെ 16 പോർഷനായിട്ട് തിരിക്കുമ്പോൾ 16ൽ 1 ഭാഗത്തെയാണ് നമ്മൾ 16th നോട്ട് എന്ന് പറയുന്നത്. അത് എപ്രകാരമാണ് ആ നോട്ട് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ ഒരു സ്റ്റെം വരച്ചിട്ട് നേരത്തെ ക്വാർട്ടർ നോട്ടിൽ ഒരു ഫ്ലാഗ് വരച്ചു, ഇവിടെ അതിന് പകരം 2 ഫ്ലാഗ് വരയ്ക്കുന്നു. 16th നോട്ട് എന്ന് പറയുന്നത് ഒരു 4ൽ 1 ഭാഗത്തിൻ്റെ ഒരു ബീറ്റ്, അതായത് ഒരു ക്വാർട്ടർ ബീറ്റാണ് അവിടെ വരുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് അത് വ്യക്തമാകും. ഒരു ബീറ്റ് എന്ന് പറയുന്നത് 4 ക്വാർട്ടർ ബീറ്റുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഒരു ബീറ്റ് കിട്ടുന്നത്. അതായത് ഒരു 16th നോട്ട് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ ബീറ്റിന് ഈസ് ഈക്വൽ ടു ആണ്. അത് എപ്രകാരമാണ് ബീംഡ് നോട്ടായിട്ട് കണക്കാക്കണമെന്ന് വെച്ചാൽ, അതിനെ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ലൈൻ കൊടുത്തിട്ട് ഒരുമിച്ച് വരയ്ക്കുന്നതിനാണ് ബീംഡ് നോട്ട് എന്ന് പറയുന്നത്. 16th നോട്ടും അതിൻ്റെ റെസ്റ്റും എപ്രകാരമാണ് നൊട്ടേഷനിലൂടെ വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 32nd നോട്ട് അല്ലെങ്കിൽ ഡെമി സെമി കോവർ എന്ന നോട്ട് എന്ന് പറയുന്നത് 32ൽ 1 ഭാഗത്തിനാണ് പറയുന്നത്. അത് എപ്രകാരമാണ് വെച്ചാൽ, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റെമ്മും 2 ഫ്ലാഗിന് പകരം 3 ഫ്ലാഗ് അവിടെ വരയ്ക്കുക. 32nd നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/8 ബീറ്റാണ്. അതായത് 8ൽ 1 ഭാഗം ചേർന്നാണ് വരുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ നോക്കണം, ഒരു ക്വാർട്ടർ പോർഷനെ നമ്മൾ 8ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു ബീറ്റ് എന്ന് പറയുന്നത് 8 നോട്ട് ചേരുമ്പോഴാണ് നമുക്ക് ഒരു ബീറ്റ് കിട്ടുന്നത്. അത് ബീംഡ് നോട്ടിൽ വരുമ്പോൾ ആ ബീം നോട്ടിൽ കൂടി 3 ലൈൻ കൂടി ചേർന്ന് വരുന്നു. അത് എപ്രകാരമാണ് കൗണ്ട് ചെയ്യണം നോക്കാം.
ഡോട്ടഡ് ഹാഫ് നോട്ടും അല്ലെങ്കിൽ ഡോട്ടഡ് മിനിമം നോട്ട് എന്ന് പറയുന്നത്. ഡോട്ടിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. ഡോട്ടിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് ഡോട്ടിന് തൊട്ട് മുമ്പുള്ള നോട്ടിൻ്റെ വാല്യൂവിൻ്റെ ഹാഫാണ്. ഇവിടെ ഹാഫ് നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം 2 കൗണ്ടാണുള്ളത്. 2ൻ്റെ പകുതി 1. അപ്പോൾ 2ഉം 1ഉം ചേരുമ്പോൾ നമുക്ക് 3 കിട്ടും. ഡോട്ടഡ് നോട്ട് എപ്രകാരമാണ് എഴുതുന്നത് വെച്ചാൽ ഹാഫ് നോട്ടിന് കൂടി ഒരു ഡോട്ട് കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 3 കൗണ്ട് കിട്ടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്കിളിനെ 4 ഡിവൈഡ് ചെയ്ത് അതിൽ കിട്ടുന്ന ആ 3 ഭാഗം ചേരുന്നതിനാണ് ഡോട്ടഡ് ഹാഫ് നോട്ട് എന്ന് പറയുന്നത്. അതായത് 3 ഭാഗം കിട്ടുന്നു. 3/4. ഒരു ക്വാർട്ടർ നോട്ട് നമുക്കറിയാം 1 കൗണ്ട്. ഡോട്ടഡ് ഹാഫ് നോട്ടിനെ ഒരുമിച്ച് എഴുതുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന ടൈ എന്ന് പറയുന്നത്. അതായത് 2 + 1 = 3. അതിന് 2 കൂടി ഒരുമിച്ച് എഴുതുന്ന വാല്യൂ ആണ് ഡോട്ടഡ് നോട്ടിൽ കിട്ടുന്നത്. ഇപ്രകാരമാണ് ഡോട്ടഡ് നോട്ടിൻ്റെ വാല്യൂ. റെസ്റ്റിൻ്റെ വാല്യൂ കൗണ്ട് ചെയ്യണം നോക്കാം. ഈ ചാർട്ടിൽ നോക്കുമ്പോൾ ഹോൾ നോട്ടിൻ്റെ വാല്യൂ 4 കൗണ്ട്, ഹാഫ് നോട്ട് 2 കൗണ്ട്, ക്വാർട്ടർ നോട്ട് 1 കൗണ്ട്, 8th നോട്ട് ഹാഫ് കൗണ്ട്, 16th നോട്ട് ക്വാർട്ടർ കൗണ്ട്, അത് 32nd നോട്ട് വന്നിട്ട് 1/8 കൗണ്ടാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് നോട്ടിൽ നോക്കുമ്പോൾ ഒരു നോട്ടിന് 4 കൗണ്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ വരുമ്പോൾ 2 കൗണ്ട് വരുന്നുണ്ട്. മൂന്നാമത്തെ വരുമ്പോൾ 1 കൗണ്ട് വരുന്നുണ്ട്. 8th നോട്ടിൽ വരുമ്പോൾ ഇവിടെ കൗണ്ട് 1 നോട്ട്സ് ഡബിൾ ആവുന്നു, 2 ആവുന്നുണ്ട്. 16 നോട്ടിൽ വരുമ്പോൾ കൗണ്ട് 1 ഉള്ളൂ, നോട്ട് 4 ആവുന്നുണ്ട്, ഡബിൾ ആയി വരുന്നുണ്ട്. 32nd വരുമ്പോൾ 8 നോട്ടായി വരുന്നുണ്ട്, ഒരു കൗണ്ട് 1 ഉള്ളൂ, മാറി വരുന്നുണ്ട്. ഈ ചാർട്ടിൽ നോക്കാം. എൻ്റെ റെസ്റ്റ് എപ്രകാരമാണ് വരുന്നത് നോക്കാം. ഹോൾ നോട്ടിൻ്റെ റെസ്റ്റ് വന്നിട്ട് ലൈൻ്റെ അണ്ടറിലും ഹാഫ് നോട്ടിൻ്റെ റെസ്റ്റ് വന്നിട്ട് ലൈനിൻ്റെ മുകളിലുമാണ് വരുന്നത്. ക്വാർട്ടർ നോട്ട് 2 തരത്തിലാണ് അതിൻ്റെ റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം സിംഗിളായിട്ടാണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വലതുവശത്തെ ബെൽ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു പുതിയ സബ്ജക്റ്റുമായി ഇതിൻ്റെ കണ്ടിന്യൂഷനിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.